ജീവിതത്തിൽ സ്ത്രീയുടെ കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും എമ്പാടും കഥകളുണ്ട്, അനുഭവങ്ങളും ദുരന്തങ്ങളും ധാരാളം. എന്നാൽ ഇതിന് ഇടയിലും ഗൾഫുകാരൻ എന്ന ഭർത്താവിനെ കുറിച്ച് നാം മറന്നു പോവുകയാണ്. അവൻ അനുഭവിക്കുന്നതായ നൊമ്പരങ്ങൾ, ജീവിതത്തിന്റെ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒരാൾ ഗൾഫുകാരനാകുമ്പോ കാലാകാലം അവൻ കടക്കാരനായി മാറുകയല്ലേ. ചെറിയതായൊരു കഥ പറഞ്ഞ പൊന്നാനിക്കാരനായ സൈഫുദ്ദീൻ എന്ന് പറയുന്നതായ ഒരു യുവാവ്, അദ്ദേഹത്തിന്റെ ഭാര്യയായ ഖൈറുന്നീസ എന്ന് പറയുന്നതായ ഒരു സ്ത്രീ, അവര് പൊന്നാനിയിൽ ജീവിക്കുകയാണ്. 2 കിലോമീറ്റർ അകലെ ബസ് സ്റ്റോപ്പിന് പിറകിൽ ഉയർന്നു നിൽക്കുന്നതായ ഒരു വീടുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ വില വളരെ കുറഞ്ഞു പോകും. വീട് എന്ന് പറയാൻ പറ്റുകയില്ല, വല്ലാത്തൊരു മണിമാളിക തന്നെയാണ് ആ സൈഫുദ്ദീന്റെ വീട്. പക്ഷേ ആ വീട് കാണുമ്പോഴൊക്കെ സൈഫുദ്ദീന്റെ ചങ്ക് വല്ലാതെ പിടയുകയാ. സൈഫുദ്ദീൻ ഗൾഫിൽ പോയത് 12 കൊല്ലം മുമ്പാണ്. പൊന്നാനിയിലെ മീൻ കച്ചവടക്കാരനായിരുന്നതായ സൈഫുദ്ദീൻ നേരം ഉച്ചയായി കഴിഞ്ഞാൽ ജോലി തീരും. ഇങ്ങനെ നോക്കിയാൽ 200-300 രൂപയാണ് മിച്ചമുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഐശ്വര്യത്തിന്റെ നിറദീപം പോലെ 2-3 പെൺമക്കളുണ്ടായി. ഒരു ദിവസം ഖൈറുന്നീസ തന്നെയാണ് ചോദിച്ചത്, എന്നും ഇങ്ങനെ മീൻകാരനായി കഴിഞ്ഞാ മതിയോ? ഈ വീടൊക്കെ ഒന്ന് മാറ്റി പണിയണ്ടേ? അവള് പറഞ്ഞതിന്റെ അർത്ഥം സൈഫുദ്ദീന് മനസ്സിലായില്ല. അവള് വീണ്ടും തുടർന്നു, 2-3 പെൺമക്കളാണ് വളർന്നു വരുന്നത്, അത് നിങ്ങൾ മറക്കണ്ട എന്നുള്ളതായ കാര്യം. എന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞിങ്ങനെ സ്വൈര്യം കെടുത്തുകയാണ്, വല്ലാതെ സ്വൈര്യം കെടുത്തി. എന്നിട്ട് പറയുകയാ, നിങ്ങളാ ഉസ്മാനെ കണ്ട് പഠിക്ക്, നമ്മുടെ അയൽവാസി ഉസ്മാനെ കണ്ട് പഠിക്ക്. എന്താണ് അവന്റെ വീടിന്റെ ഒരു ചന്തം, 4 ആള് കയറി വരാൻ പറ്റുന്നതായ എന്തോ ഒരു നല്ല സുന്ദരമായ വീടാണ് അദ്ദേഹത്തിന്റെ വീട്. ആ സമയത്താണ് സൈഫുദ്ദീനും ഒരു വിസയെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയാ മുഅ്മിനേ, മുസ്ലിമത്തെ, നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരാളെ പോലെ ജീവിക്കാനാണ് പ്രയാസം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ളതായ ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിന് യാതൊരു പ്രയാസവുമില്ല. ഒരാൾ ആഡംബരത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം പോലെ എന്റെ ജീവിതവും ആവണം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ജീവിതവും അവൻ ആഡംബര ജീവിതമായി കാണണം എന്നുള്ളതായ ഒരു ചിന്ത വരുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ ആകെ താളം തെറ്റുന്നത്. അങ്ങനെയാണ് ഈ സൈഫുദ്ദീന്റെ ഭാര്യയായ ഖൈറുന്നീസ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. എവിടെ ഇരുന്നാലും ഒരു സ്വൈര്യം കൊടുക്കുന്നില്ല. അങ്ങനെ സ്വൈര്യം കെടുത്തി ആ സമയത്താണ് സൈഫുദ്ദീനും ഒരു വിസയെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ വീടിന്റെ ആധാരം പണയപ്പെടുത്തി അവൻ 7 കടലും കടന്ന് പെൺമക്കളുടെ ഭാവി ഓർത്തത് മാത്രമായിരുന്നു. ഗൾഫിലെത്തിയപ്പോഴാണ് അവന്റെ ദുരന്തം അവിടെ ആരംഭിച്ചു തുടങ്ങിയത്. പറഞ്ഞ വിസയിലല്ല, ആ മരുഭൂമിയിലെത്തിയത്. മരുഭൂമിയിൽ കൊണ്ടുപോയി അവൻ എത്തിയപ്പോൾ അവൻ അവിടെ എത്തിയതായ സമയത്ത് അറബി അവിടെ വന്ന് മരുഭൂമിയിൽ കൊണ്ടുപോയി ഒരു പറ്റും ആടിനെ കാണിച്ചിട്ട് അറബി പറഞ്ഞു, ഇതാണ് നിന്റെ ജോലി, ഇവിടെയാണ് നിന്റെ ജോലി. ഇതിൽ നിന്ന് ഒരു ആട് കുറഞ്ഞാൽ നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിക്കുന്നതാ. ആ സമയത്ത് സൈഫുദ്ദീൻ അറബിയോട് ചോദിച്ചു, എന്റെ താമസിക്കുന്നതായ സ്ഥലം എവിടെ?
സമയത്തതാ അറബി ഒരു തുണി കൊണ്ട് ഒരു ടെന്റ് കെട്ടുന്നതായ ഒരു രൂപം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതാണ് നിന്റെ വീട്, നിനക്കുള്ളതായ ഭക്ഷണം ഞാൻ കൊണ്ടുതരും. സൈഫുദ്ദീന് ശരിക്കും തളർന്നു പോയി. മരുഭൂമിയിൽ ഏകനായി കഴിയുന്നത് അവന് ചിന്തിക്കാനേ വഴിയാത്തതായിരുന്നു. എനിക്ക് ഈ ജോലി വേണ്ട എന്നവൻ അവിടെ നിന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പടച്ച റബ്ബല്ലാതെ വേറെ ഒരാളും ആ മരുഭൂമിയിലില്ലല്ലോ. എനിക്ക് ഈ ജോലി വേണ്ട, നാട്ടിൽ പോയാൽ മതി എന്ന് വിളിച്ചു പറയാൻ അവന്റെ മനസ്സിലങ്ങനെ തോന്നി. പക്ഷെ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം കൂടെയുണ്ട്. എന്റെ ഭാര്യ സ്വൈരം കെടുത്തിയിട്ടാണല്ലോ ഞാൻ ഈ മരുഭൂമിയിൽ വന്ന് പെട്ടത്. പക്ഷെ എന്റെ വീടിന്റെ ആധാരം ബാങ്കിലാണല്ലോ എന്ന് ഓർത്തിട്ട് അവൻ ശരിക്കും കരഞ്ഞു പോവുകയാണ് ചെയ്തത്. സ്വന്തം സൗകര്യമുണ്ടായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ വീട്ടിൽ കഴിഞ്ഞു പോന്നിരുന്നതായ യുവാവ് ഭാര്യയുടെ സ്വൈര്യം കെടുത്തുന്നതായ വാക്കുകൾ കേട്ടപ്പോ അവന് ഈ ഗൾഫിലേക്ക് വന്നതായി അവിടെ വല്ലാതെ പ്രയാസപ്പെടുകയാ. അങ്ങനെ അതാ 2-3 ദിവസം കൂടുമ്പോ കുറെ കുബൂസും പച്ചവെള്ളവുമായി അങ്ങനെ വരും. അത് മാറി മാറി തിന്നുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇല്ല. മറ്റു ഭാഷകളൊന്നും അറിയുകയില്ല, മറ്റു ഭാഷകളൊന്നും കിട്ടാൻ നിവൃത്തിയില്ലായിരുന്നു. ചോദിക്കാൻ അവന് ഭാഷയും വശമല്ലായിരുന്നു. എന്ത് ഭക്ഷണം വേണമെന്നവന് പറയാനും അവനൊരു ഭാഷയും തിരികയില്ലായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്തിട്ട് അവൻ വല്ലാതെ കരഞ്ഞുപോയി. കുറെ ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോ അവൻ ആ ജീവിതത്തോടങ്ങനെ പൊരുതാൻ തുടങ്ങി. പൊരുതിയില്ലെങ്കിലോ തന്നെ ആശ്രയിച്ച് കഴിയുന്നതായ വീട്ടിലുള്ളതായ എന്റെ മക്കള്, എന്റെ ഭാര്യ, എന്റെ കുടുംബം അവരൊക്കെ വഴിയാതാരായി പോകുമല്ലോ എന്ന് വിചാരിച്ച് അവൻ ആ ജീവിതത്തോടങ്ങനെ പൊരുതാൻ തുടങ്ങി. നേരെ മറിച്ച് അവൻ ജീവിച്ച് അവിടെ ഇങ്ങനെ പോരുമ്പോ അവൻ നാട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ നേരെ വിപരീതമായി ഖൈറുന്നീസ ജീവിതം അവിടെ ഇങ്ങനെ ആസ്വദിച്ച് കഴിയുകയാ. ഒരു ഗൾഫുകാരന്റെ ഭാര്യ എന്നുള്ളതായ ഒരു രീതിയിൽ, ഒരു ഗൾഫുകാരന്റെ ഭാര്യ എന്നുള്ളതായ രീതിയിൽ അവള് വല്ലാതെ അഹങ്കരിച്ചു പോവുകയാണ്. ആകാശവും ഒന്നിച്ച് കാണുന്നത് പോലെ അവളുടെ അഹങ്കാരം അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ദിവസവും 1/2 കിലോ മത്സ്യം വാങ്ങിയിരുന്നതായ വീട്ടിൽ ദിവസവും 2 കിലോ മത്സ്യം വാങ്ങിയാലും തികയാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത്. മത്തിയും അയിലയും പോലോത്തതായ ചെറിയതായ മീനുകളൊന്നും വാങ്ങുന്നില്ല. ഖൈറുന്നീസ പറയുന്നത് അതൊക്കെ പാവപ്പെട്ടവരുടേതല്ലേ എന്നുള്ളതായൊരു വിചാരമായിരുന്നു അവൾക്കുള്ളത്. 2-3 മാസം കൂടുമ്പോ നാട്ടിലുണ്ടായിരുന്നതിനും അപ്പുറം വല്ലാത്തതായ ഷോപ്പിങ്ങിന് പോവലും വേണ്ടതായ വസ്തുക്കളെല്ലാം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരലും, ഭർത്താവ് ഏത് രീതിയിലാണ് അവിടെ കഷ്ടപ്പെടുന്നത് എന്നൊന്നും ചിന്തിക്കാതെ ഭർത്താവ് അയക്കുന്നതായ പണം അങ്ങനെ ദൂർത്തടിച്ച് ചെലവാക്കുന്നതായ ഒരു ഭാര്യ. പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോ 3 വർഷം കഴിഞ്ഞ് സൈഫുദ്ദീൻ നാട്ടിലെത്തിയപ്പോഴാണ് ഭാര്യയുടെ ദൂർത്തടിക്കുന്നതായ രീതി മനസ്സിലാക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞാൽ താൻ കരകാണുമെന്നുള്ളതായ ഒരു സ്വപ്നം പോലും ചിന്തിക്കാൻ പറ്റാത്തതായ രീതിയിലാണ് ഭാര്യയുടെ നടത്തം എന്ന് ആ സൈഫുദ്ദീൻ മനസ്സിലാക്കി.
വീണ്ടും ഗൾഫിലേക്ക് പോവേണ്ടതായ അവസ്ഥയാണ്. കാരണം ആദ്യ സമയത്ത് ഗൾഫിലേക്ക് പോവാൻ വേണ്ടി ആധാരം പണയം വെച്ചിട്ടാണ് സൈഫുദ്ദീൻ ഗൾഫിലേക്ക് പോയത്. അങ്ങനെ പണയം വെക്കേണ്ട ആവശ്യമില്ല. ഗൾഫിലേക്ക് സൈഫുദ്ദീന് പോവേണ്ട ആവശ്യവുമില്ല. ഭാര്യയുടെ സ്വൈര്യം കെടുത്തുന്നതായ വാക്കിന്റെ മുകളിലാണ് അവൻ പോവേണ്ടി വന്നത്. ഒരു സ്വൈര്യക്കേട് മാത്രം. എവിടെ ഇരുന്നാലും വീട് വലിപ്പമില്ല, ഈ വീടൊക്കെ മതിയോ, മക്കളെ കെട്ടിച്ചയക്കണ്ടേ, ഇതിങ്ങനെ നിരന്തരം പറഞ്ഞ് വല്ലാതെ സ്വൈര്യം കെടുത്തിയപ്പോഴാണ് ആ സൈഫുദ്ദീൻ ഗൾഫിലേക്ക് പോവേണ്ടതായ അവസ്ഥ തന്നെ വന്നത്. 3 കൊല്ലം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നപ്പോൾ സൈഫുദ്ദീന്റെ കടങ്ങൾ തീർന്നിട്ടില്ല. കടത്തിലേക്ക് മാറ്റിവെക്കാൻ ഭാര്യ ഒരു ചില്ലി കാശ് പോലും എടുത്തു വെച്ചിട്ടില്ല. അല്ലാഹുവേ, എത്ര പ്രയാസപ്പെട്ട് ഗൾഫിലേക്ക് പോയി കഷ്ടപ്പെട്ട് കഴിയുന്നതായ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരെ കഷ്ടപ്പാടുകളൊക്കെ അറിയുന്നതായ നാഥാ, അവരെ കഷ്ടപ്പാടുകളൊക്കെ ദൂരീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിലുള്ളതായ വിഷമങ്ങള് നൊമ്പരങ്ങള് മാറ്റണേ അല്ലാഹ്. കടങ്ങളുള്ളതായ ആളുകളുടെ കടങ്ങള് വീണീറ്റ് നാട്ടിലേക്ക് വന്നിട്ട് ആ നാട്ടിൽ കുടുംബവുമായി ജീവിക്കാൻ എല്ലാ പ്രവാസികൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.